പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള വീടുകൾ ഇട്ടെറിഞ്ഞു പോകേണ്ടതുണ്ടോ? ധാരാളം വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് അവിടെ താമസമില്ല, അവിടെ വലിയ പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ട്. ഇങ്ങനെയുള്ള വീടുകൾ ഒഴിവാക്കിയവരുണ്ട്. ആരും താമസമില്ലാതെ ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുന്ന വീടുകളുണ്ട്. ഇത്തരം വീടുകൾ ഒഴിവാക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് ഇത്തരം വീടുകളെ ഈ പൈശാചികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമുക്ക് മുക്തമാക്കാം? അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾക്കുള്ള ഒരു സംശയത്തിൻ്റെ മറുപടിയാണ്. കുറേ ആളുകൾ നമ്മൾ സമീപിക്കുന്നവർ ചോദിക്കാറുണ്ട്, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി, പല ഇടങ്ങളിൽ പോയി, ഞങ്ങളെ വീടിനും ഭൂമിക്കും ഇത്തരം പൈശാചികമായിട്ടുള്ള പോക്കുവരവിൻ്റെ സിഹർ സംബന്ധമായി മൂർത്തികളുടെ പ്രയാസങ്ങൾ, സേവ നടത്തിയ വീടുകൾ, ആത്മാക്കളുടെ ശല്യമുള്ള വീടുകൾ, റൂഹാനിയത്തിൻ്റെ പ്രയാസമുള്ള, കാഫിർ ജിന്നിൻ്റെ പ്രയാസമുള്ള വീടുകളാണെന്ന് ഞങ്ങളെ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വീടിൻ്റെ ഭൂമിയിൽ എന്തോ ശവസംസ്കാരം നടത്തിയിട്ടുണ്ട്, അവിടെ എന്തോ ഒരു ശവമുണ്ട്, അവിടെ താമസിക്കാൻ കൊള്ളൂല, അവിടെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് ഞങ്ങളോട് പലവരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിലോ വലിയ ബുദ്ധിമുട്ട് ഞങ്ങളെ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. വലിയ ബിസിനസ് ഉണ്ടായിരുന്നു, വലിയ കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. ഈ വീട്ടിലേക്കും ഈ ഭൂമിയിലേക്കും താമസമായപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, മകൻ്റെ ജോലി നഷ്ടപ്പെട്ടു, എല്ലാം ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ ആദ്യത്തെ വീട്ടിലും അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം നിന്ന കോട്ടേഴ്സിൽ വാടക വീട്ടിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ റാഹത്തായിരുന്നു. ഞങ്ങൾ രാജാവിനെ പോലായിരുന്നു. മാസത്തിൽ വാടക കൊടുത്താൽ മതി എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിച്ച് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഈ ഭൂമിയിലേക്കും ഈ വീട്ടിലേക്കും ഞങ്ങൾ താമസാക്കിയപ്പോൾ വലിയ പ്രയാസങ്ങളും വലിയ ബുദ്ധിമുട്ടുകളുമാണ് ഞങ്ങളങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ വീടിനോ ഭൂമിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വലിയ പ്രയാസങ്ങളുണ്ടോ, ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ വീട്ടിനുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനെന്താണ് പരിഹാരം ഞങ്ങൾ ചെയ്യേണ്ടത്? ഈ വീട് വിട്ടുപോകാൻ കുറേ ആളുകൾ പറയുന്നുണ്ട്, ആ വീട് ഒഴിവാക്കാൻ വിൽക്കാൻ കുറേ ആളുകൾ പറയുന്നുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൈ മലർത്തിക്കൊണ്ട് നമ്മൾ സമീപിക്കുന്നവരുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ പരിപൂർണമായിട്ടുള്ള മറുപടി, ചെയ്യാനുള്ള അമല് എന്താണ്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അവർ ചെയ്യേണ്ടത്, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. ഇങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ടാണ്, അതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെ ഉണ്ടാവുക, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അങ്ങനെയുള്ള ഓരോരോ മജ്ലിസുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത അമലുകൾ എഫക്റ്റീവായി ഫലപ്രദമായവർ, ജീവിതത്തിൽ ചെയ്തിട്ട് വലിയ റിസൾട്ട് ലഭിച്ച ആളുകൾ, തങ്ങൾ പറഞ്ഞ അത്തരം കാര്യങ്ങൾ ചെയ്തു, വലിയ റാഹത്തുണ്ടായി, ശത്രുദോഷം പോയി, ഞങ്ങളെ സിഹർ ഇല്ലാതെയായി, ഇപ്പം ഞങ്ങൾക്ക് ആ സിഹർ ഉണ്ടായപ്പോഴുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കില്ല, ഇപ്പോൾ വലിയ റാഹത്തുണ്ട്, ജീവിക്കാൻ വലിയൊരു സന്തോഷമുണ്ട് എന്ന് വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നമ്മുടെ മജ്ലിസ് ഉപകാരപ്പെടുന്നുണ്ട്. ഇത് വലിയ എല്ലാവർക്കും വലിയ റിസൾട്ട് ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അറിഞ്ഞതിൽ വലിയ സന്തോഷം, വലിയ റാഹത്ത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള മറ്റുള്ള ആളുകളിലേക്കും നിങ്ങൾ ഇതിനെ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കാണോ ഈ ഒരു വീഡിയോ കൊണ്ട്, ഈ ഒരു മജ്ലിസ് കൊണ്ട് ഉപകാരപ്പെടുന്നത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരും അമൽ ചെയ്യട്ടെ, അവരുടെ ജീവിതത്തിലും റാഹത്ത് ഉണ്ടാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്താണ് ഈ ഒരു കാര്യം? വീടും ഭൂമിയുമായിട്ടുള്ള ഇത്തരം പ്രയാസങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ പരിഹാരം നമുക്ക് പറയാം. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടുകൾ ഡേറ്റ്, ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളുമായി സമീപിക്കുന്നവർ, ബന്ധപ്പെടുന്നവർ. തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഇത്തരം ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ പോയി ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, വലിയ ബുദ്ധിമുട്ടിലും വലിയ പ്രയാസത്തിലുമാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിളിച്ച് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ, എന്നാണ് ഞങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരം, എന്നാണ് ഞങ്ങൾ വരേണ്ടത് എന്ന് ചോദിച്ച് വിളിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ
മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും അള്ളാഹുവിന് തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണം അല്ലാഹ്. അഭിവൃദ്ധി നൽകണം അല്ലാഹ്. ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ നൽകല്ല റബ്ബേ, ജീവിതത്തിൽ നൽകല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്. എന്താണ് ഈ ഭൂമിയുമായിട്ടുള്ള തടസ്സങ്ങൾ? ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഭൂമി വിറ്റുപോകണോ? അവിടെ താമസിക്കാൻ കഴിയില്ലേ? ഒരിക്കൽ നിങ്ങൾ വിൽപ്പനയിലേക്ക് നിങ്ങൾ എത്തണ്ട. നിങ്ങൾക്ക് അവിടെ താമസിക്കാം. റാഹത്തായ നിലയിൽ, സന്തോഷമുള്ള നിലയിൽ എങ്ങനെയാണോ നിങ്ങൾ ഉണ്ടായിരുന്നത് ആ നിലയിൽ നിങ്ങൾക്ക് താമസിക്കാം. എങ്ങനെ? ആദ്യം നമ്മൾ ഭൂമിയിൽ എന്തെങ്കിലും മൂർത്തിയുടെ ശല്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പറഞ്ഞയച്ച ഉപദ്രവകാരിയായ മൂർത്തികളുടെ ശല്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിഹർ സംബന്ധമായ പ്രയാസങ്ങൾ നമ്മളെ വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരുത്തുപോക്കിൻ്റെ പോക്കുവരവിന് എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ, ബ്രഹ്മരക്ഷസ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ, പാമ്പിൻ്റെ ശല്യങ്ങൾ, സർപ്പത്തിൻ്റെ പ്രയാസങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ, ഇത്തരം പേരിട്ട് വിളിക്കുന്ന ഇത്തരം ഇതിനൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? പൈശാചികമായിട്ടുള്ള ഉപദ്രവം. ഇത്തരം പൈശാചികമായിട്ടുള്ള സാന്നിധ്യം നമ്മളെ വീട്ടിലോ നമ്മളെ ഭൂമിയിലോ ഉണ്ടെങ്കിൽ നമുക്ക് താമസിക്കാനും നമ്മൾ ഏത് നിലയിലാണോ ഉണ്ടായിരുന്നത് ആ നിലക്ക് തെറ്റി തകർച്ച ഉണ്ടാവാനും കാരണമാണ്. ആദ്യം ഈ പ്രയാസങ്ങൾ നമ്മൾ ഇബ്താൽ ചെയ്യണം, ബാത്തിലാക്കണം, അവിടുന്ന് ഒഴിപ്പിക്കണം. അതിന് ചെയ്യേണ്ട ഒരു അമൽ ഇൻഷാ നമ്മൾ പറയാൻ കൂടുതലൊന്നും പറയുന്നില്ല, നീട്ടി വലിച്ച് പരത്തി പറയുന്നില്ല. കാരണം നിങ്ങളെ വിലപ്പെട്ട സമയം അത് ഞാൻ കവർന്നെടുക്കുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, ഇശാ മഗ്‌രിബിൻ്റെ സമയം കേട്ടോ, കുറേ ആളുകൾ നമ്മളിങ്ങനെ വിട്ടുപോകാറുണ്ട്. സമയം പറയാനും എണ്ണങ്ങൾ പറയാനൊക്കെ വിട്ടുപോകാറുണ്ട്. അപ്പോൾ ഇത് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് ചെയ്യേണ്ടത്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം എടുക്കുക, നല്ല ശുദ്ധമായ വെള്ളം, ഒരു ബോട്ടിൽ വെള്ളം, ഒരു ബോട്ടിൽ നല്ല പനനീര്, വർദ് പനനീര് അല്ലേ, ഒറിജിനൽ. കാരണം എവിടെയോ കിട്ടുന്ന 10 രൂപക്കും 5 രൂപക്കും കിട്ടുന്ന ചെറിയ പനനീര് വാങ്ങണ്ട. അത് കുറച്ച് വില കൂടിയാൽ മുന്തിയതാണെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കൂടുതൽ ഫലപ്രദമാവും. അതുകൊണ്ടാണ് നല്ല കുറച്ച് പൈസ കൂടിയാൻ വേണ്ടിയില്ല, മുന്തിയ നല്ല പനനീര് വാങ്ങാം രണ്ടും. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുക്കുക. വെള്ളം എടുത്തുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ചുണ്ടിനോട് ചേർത്ത് വെച്ച് ആ വെള്ളത്തിലേക്ക് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാം. പിന്നീട് ആ വെള്ളത്തിലേക്ക് തന്നെ, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാട്ടത്, ആ വെള്ളത്തിലേക്ക് തന്നെ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യാം. ചുണ്ടിനോട് ചേർത്ത് വെച്ച് ഈ വെള്ളത്തിലേക്ക് ഫാത്തിഹ ഓതികൊണ്ട് ഇഷ്ഫി എന്ന് വെള്ളത്തിൽ മന്ത്രിക്കുക, ആയത്തുൽ കുർസി ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞ് വെള്ളത്തിൽ മന്ത്രിക്കുക. ഇതുപോലെ ചെയ്യുക. ഫലം ഉറപ്പാണ്. മുജറബാണത്, മുജറബാണ്. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്ക്. എന്തിനാണ് നിങ്ങളുടെ മുന്തിയ വീട്, താമസത്തിനൊക്കെ റാഹത്തുള്ള നിങ്ങളുടെ വീട് എന്തിനാണ് വിറ്റുപോകേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? അതൊന്നും ചിലവില്ലല്ലോ. ഇതൊന്ന് ചെയ്തു നോക്ക്, ഇത് വീട്ടിലൊന്ന് ചെയ്തു നോക്ക്. പിന്നീട് ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ സൂറത്തു ത്വാഹയിലെ 69-ാമത്തെ ആയത്ത് ഞാൻ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൽഖി മാ ഫീ യമീനിക അൽകഫ് മാ സനഉ ഇന്നമാ സനഉ ഖൈദുസ് സാഹിരി വലാ യുഫ്ലിഹുസ് സാഹിറു ഹൈസു അത്താ. ആയത്ത്, ഈ ഒരു ആയത്ത് പരിപൂർണ്ണ നിലക്ക് ഒറ്റ പ്രാവശ്യം ഓതി വെള്ളത്തിൽ ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. പിന്നീട് സൂറത്തുൽ യൂനിസിലെ 81-ാമത്തെ ആയത്ത് ഫലമ്മാ അൽഖൗ ഖാല മൂസാ മാ ജഅതും ബിഹിസ്സിഹ്ർ ഇന്നല്ലാഹ സയുബ്തിലു ഇന്നല്ലാഹ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. ഈ ഒരു ആയത്തും ഈ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. പിന്നീട് സൂറത്തുൽ സൽസല പാരായണം ചെയ്യുക. അവസാനത്തെ ആയത്തെത്തുന്ന സമയത്ത് അതൊക്കെ ഓരോ പ്രാവശ്യം. ഏതാണ് സൂറത്തുൽ സൽസലയിലെ അവസാനത്തെ ആയത്ത്? വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഈ ആയത്ത് 3 പ്രാവശ്യം ആവർത്തിച്ച് 3-ാമത്തെ പ്രാവശ്യം അവസാനിപ്പിക്കുക. സൂറത്ത് പരിപൂർണമായി അവസാനിപ്പിക്കുക. അതിലേക്ക് മാ വർദ്, അതായത് പനനീർ, റോസ് വാട്ടർ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. റോസ് വാട്ടർ എന്ന് പറയുന്ന ആ വെള്ളം ഇതിലേക്ക്, ഈ ശുദ്ധമായ വാട്ടറിലേക്ക് ഒഴിക്കുക. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് സ്പ്രേ റിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുപ്പി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ സ്പ്രേ പരുവത്തിലേക്ക് ഇതാക്കിയിട്ട് മൊത്തത്തിലൊന്ന്
തളിക്കുക, വീട്ടിലൊക്കെ ഒന്ന് തളിക്കുക, എല്ലായിടത്തും ഈ വെള്ളം ഒന്ന് തളിക്കുക, വീടിൻ്റെ അകത്തും പുറത്തും ഭൂമിയിലും എല്ലാ ഭാഗത്തും. കുറച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം, ഒരു കുപ്പിയെന്നെ എടുക്കണം എന്നില്ല, കുറച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ മൊത്തം തളിക്കുക. പിന്നീട് കല്ലുപ്പെടുത്തിട്ട് വീടിൻ്റെ 4 മൂലയിലും അകത്തും പുറത്തും വീടിൻ്റെ 4 മൂല അങ്ങനെ തന്നെ ചെയ്യണം. അകത്തുള്ള 4 മൂലയിൽ കുറച്ച് കല്ലുപ്പിടുക, പുറത്തുള്ള 4 മൂലയിൽ കുറച്ച് കല്ലുപ്പിടുക, ഭൂമിയുടെ 4 മൂലയിൽ കുറച്ച് കല്ലുപ്പിടുക, കുറച്ച് ഒരു പിടുത്തം അങ്ങനെ തന്നെ ഇടുക, കല്ലുപ്പിടുക. ഇങ്ങനെ 21 ദിവസം, 3 ദിവസം വിട്ട് അങ്ങനെ 21 ദിവസം പരിപൂർണമാക്കുക. മനസ്സിലായോ? ഇന്ന് ചെയ്ത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ ദിവസം ചെയ്യുക. അപ്പം എത്ര ദിവസമായി? 5 ദിവസമായി. അങ്ങനെ 21 ദിവസത്തിനുള്ളിൽ ഓരോ ദിവസത്തിൽ ചെയ്യുന്ന ദിവസത്തിൽ 3 ദിവസം കേപ്പിട്ട് അങ്ങനെ ചെയ്യുക. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ്ട. എപ്പോഴും ചെയ്യുമ്പോൾ ഉപ്പിടണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യണം. അതായത് സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, സൂറത്തു ത്വാഹയിലെ 69ാമത്തെ ആയത്ത്, സൂറത്തുൽ യൂനിസിൽ 81ാമത്തെ ആയത്ത്, സൂറത്തുൽ സൽസല, പിന്നെ അവസാനത്തെ ആയത്ത് 3 പ്രാവശ്യം ആവർത്തിക്കുക. വെള്ളത്തിൽ മന്ത്രിക്കുക, പനിനീരൊഴിക്കുക, ഒന്ന് മിക്സ് ആക്കുക, വീടിന് മൊത്തം തളിക്കുക. പിന്നെ കല്ലുപ്പ് വീടിൻ്റെ അകത്ത് 4 മൂലയിൽ, പുറത്ത് 4 മൂലയിൽ, ഭൂമിയുടെ 4 മൂലയിലിട്ട് വെക്കുക. അങ്ങനെ 21 ദിവസം തുടർച്ചയായിട്ട്, അതായത് 3 ദിവസം വിട്ട് 21 ദിവസം ചെയ്യാം. മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമൻറ്റിൽ അറിയിക്കുക. അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ഇത് ചെയ്തു കഴിഞ്ഞാൽ 21 ദിവസം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ താമസിക്കാൻ വലിയ റാഹത്താണ്. എന്ത് മൂർത്തികളുടെ ശല്യം ഉണ്ടെങ്കിലും, എന്ത് സിഹ്റ് കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും, അത് ആ ഭൂമിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മളിലേക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും, ഭൂമിയുടെ മണ്ണ് ഉപയോഗിച്ച് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും, മൂർത്തിയുടെ ശല്യങ്ങൾ ആ ഭൂമിയിലുണ്ടെങ്കിലും, എന്തെങ്കിലും സേവ നടത്തി പരാജയപ്പെട്ട് ഒഴിവാക്കിയ ഭൂമിയാണെങ്കിലും, എല്ലാ അവസംസ്കാരം ചെയ്ത ഭൂമിയാണെങ്കിലും, ദുർമരണങ്ങൾ സംഭവിച്ച ഭൂമിയാണെങ്കിലും, പൈശാചികമായിട്ടുള്ള തേരോട്ടങ്ങൾ പോക്കുവരവുള്ള ഭൂമിയാണെങ്കിലും, ഭ്രമരസിന്റെ പ്രയാസങ്ങളുടെ ഭൂമിയാണെങ്കിലും, സർപ്പദോഷത്തിന്റെ പ്രയാസങ്ങളുടെ ഭൂമിയാണെങ്കിലും, അങ്ങനെ എന്ന് പറയുന്നില്ല, എന്ത് പൈശാചികമായിട്ടുള്ള ഉപദ്രവമുള്ള ഭൂമിയാണെങ്കിലും ആ ഉപദ്രവങ്ങൾ അവിടുന്ന് നശിച്ചു പോകും, അത് കരിഞ്ഞു പോകും, ഇല്ലാതെയാവും, ഉപ്പ് അലിയുന്നത് പോലെ അലിഞ്ഞു തീരും എന്നാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിക്കുന്നത്. ഉപ്പ് എപ്രകാരമാണോ അലിഞ്ഞു പോകുന്നത്, ഒരു ഒച്ചുകൾ കണ്ടിട്ടുണ്ടോ? അതിലേക്ക് ഉപ്പിട്ടാൽ എങ്ങനെയാണോ അത് അലിയുന്നത് അതുപോലെ അലിഞ്ഞു തീരും. അങ്ങനെയുള്ള അമലാണ്, ഒരിക്കലും നഷ്ടപ്പെടുത്തണ്ട. ഇത് ചെയ്യാൻ ഒരാൾ വിട്ടുപോകണ്ട. കാരണം ഇത്തരം പ്രയാസങ്ങളുള്ളവർ, ഇത്തരം ബുദ്ധിമുട്ടിലായിട്ട് ആ വീട്ടിൽ ഇങ്ങനെ ഒരു ഇടങ്ങേറ്, ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തോന്നുന്നില്ല. എപ്പോഴും കലഹങ്ങൾ, അടികൾ, കടങ്ങളാണെങ്കിലും വീട്ടിട്ട് തീരണില്ല. അങ്ങനെയൊക്കെ ഒരു ശല്യമുള്ള വീടുകൾ ഉണ്ടാകും. പൈശാചികമായ സാന്നിധ്യമല്ലേ. നമ്മളൊക്കെ ചില വീടുകൾ കാണാൻ പോകുന്ന സമയത്ത് ആ ഭൂമിയിലേക്ക് കാലിട്ട് ചവിട്ടി വെച്ചാൽ തന്നെ അറിയാം ഇത്രയും പൈശാചികമായ ഉപദ്രവമുള്ള വീടാണ്, ഇത്തരം പോക്കുവരവുകളുള്ള പിശാചിൻ്റെ സാന്നിധ്യമുള്ള വീടുകളാണെന്ന്. അപ്പം അത്തരം വീടുകൾ ഉണ്ടെങ്കിൽ, ഉള്ളവരിത് കാണുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടിലായിട്ട് പ്രയാസം തള്ളി നീക്കുന്നവരുണ്ടെങ്കിൽ, ചിലവൊന്നുമില്ലല്ലോ, ഇത് ചെയ്യാനൊരു ചിലവില്ല, ഒരാളെടുത്ത് നിങ്ങൾ പോകണ്ട, ഇതിനു വേണ്ടി ക്യാഷ് നിങ്ങൾ ചിലവാക്കണ്ട. പക്ഷെ അത് വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുത അമലാണ്. എല്ലാവരും സ്വീകരിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ഒരു അമൽ ചെയ്തുകൊണ്ട് വലിയ ഫലം അള്ളാഹ് ഞങ്ങൾക്ക് നീ നൽകണം. അള്ളാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ആയത്തുകളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് വലിയ ഫലം ഞങ്ങൾക്ക് നീ നൽകണം. അള്ളാഹ് ഈ അമൽ പറയുന്ന സമയത്ത് നമ്മൾ മജ്‌ലിസിൽ പറയുമ്പോൾ വലിയ ഫലം ഉണ്ടാവും, വലിയ ഫലം ഉണ്ടാവും. എൻ്റെ ഒരു പൊരിശല്ല, മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലാണ്. അവരെ കുരുത്തത്തോടും പൊരുത്തത്തോടു കൂടിയാണ് അമലുകൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സ്വീകരിക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പരിഗണിക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:45 ഈ മജ്‌ലിസിൽ തന്നെയാണ് സയ്യിദിയ മജ്‌ലിസ്, രാവിലെ പ്രഭാത മജ്‌ലിസ്, ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, കൂട്ടമായി ദുആ ചെയ്യുന്ന വലിയ മജ്‌ലിസ്. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.